നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. റോഡ് സുരക്ഷയുടെ പേരിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയ തീരുമാനം സർക്കാർ പിൻവലിക്കുന്നു. ജൂലൈ ആദ്യവാരം ചേരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. 9 പേർ മരിച്ച വടക്കാഞ്ചേരി ബസ് അപകടത്തെ തുടർന്നാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയത്. രാത്രി കാഴ്ചയ്ക്ക് യോഗ്യമായ നിറവും ഗ്രാഫിക്സുമായിരുന്നില്ല അപകടത്തിൽപ്പെട്ട ബസിന്റേത്. ഭൂരിഭാഗം ബസ്സുകളും ഇതേ അവസ്ഥയിലായിരുന്നു. മറ്റ് ഡ്രൈവർമാരുടെ ശ്രദ്ധ പതിയുന്ന വെള്ള നിറമാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചത്. STA യോഗം നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു. നേരത്തെ റൂട്ട് ബസ്സുകൾക്ക് ഏകീകൃത നിറം ഏർപ്പെടുത്തിയതിന്റെ ചുവട് പിടിച്ചാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്കും കളർ കോഡ് കൊണ്ടുവന്നത്. ഇതിനെതിരെ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും റോഡ് സുരക്ഷ കണക്കിലെടുത്ത് STA തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ്സുകളിലെ അനധികൃത ലൈറ്റുകളും ശബ്ദ സംവിധാനവും നീക്കുകയും ചെയ്തിരുന്നു. നിയന്ത്രണങ്ങൾ ബസ് മേഖലയെ ബാധിക്കുന്നതായി ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ സംഘടനകൾ ആരോപിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും മോട്ടോർ വാഹന വകുപ്പും ഇളവ് നിഷേധിച്ചു. എന്നാൽ മന്ത്രി മാറിയതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാടും മാറി. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ നൽകുന്നതിനെ മന്ത്രി ഗണേഷ് കുമാർ പരസ്യമായി അനുകൂലിച്ചതോടെയാണ് വകുപ്പ് മലക്കം മറിഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ശുപാർശയായി കളർ മാറ്റവും STA അജണ്ടയിൽ ഇടം പിടിച്ചു. കളർ മാറ്റം അനുവദിച്ചാലും പഴയപടി അതിരുവിട്ട ചിത്രവേലകൾ അനുവദിക്കില്ലെന്ന് അറിയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും നിറത്തിന്റെ കാര്യത്തിൽ ഇത്ര കടുംപിടുത്തമില്ലെന്നും മാറ്റത്തിന് ബലമേകുന്നു.